ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസൊക്കെ കിട്ടി. വളരെ വളരെ നല്ല റെസ്പോൺസായിരുന്നു. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു താങ്ക്സ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പം ഇപ്പോൾ ഈ വീഡിയോ ഇട്ടേക്കെന്ന് വെച്ചാൽ ഇന്നലെ നടന്നൊരു സംഭവം. ഇന്നലെ നമ്മളിവിടെ വൃത്തിയാക്കിയപ്പം നമുക്കൊരു പുഴുവിനെ കിട്ടി. ഒരു പച്ച നിറത്തിലുള്ള പുഴുവായിരുന്നു. നമുക്ക് ഈ ഒലിയാണ്ടർ ഹോക്ക്മോത്ത് എന്ന് പറഞ്ഞൊരു ശലഭമാണ്, നിശാശലഭം. അതിനെ പോലെയുള്ള മറ്റൊരിത് ഞാനിപ്പം ഗൂഗിളിലൊക്കെ നോക്കിയപ്പം അതിനകത്ത് കൊടുത്തേക്കുന്നത് മുന്തിരിവള്ളി പരുന്ത് നിശാശലഭം അഥവാ സിൽവർ ഹോക്ക്മോത്ത് ഹിപ്പോറ്റിയോൺ സെലേറിയോ എന്ന ശാസ്ത്രനാമമുള്ള ഒരു നിശാശലഭത്തിൻ്റെ പുഴുവാണെന്നാണ് മനസ്സിലാക്കിയത്. അപ്പം നമുക്കതിനെ വേണ്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരിട്ട് തന്നെ കാണാം. അപ്പം ഗൈസ്, നമ്മളപ്പോൾ ആ പുഴുവിനെ നമ്മൾ ഈ ഒരു ചെടിയിലേക്ക് വെച്ചിരുന്നു. കാരണം ഇതുപോലത്തെ ഒരു ചെടിയിലാണ് ഇതിന് മുമ്പ് ഇതുപോലെയുള്ള ഒരു പുഴു വന്നപ്പം ഭക്ഷണം കഴിക്കുന്നതിടെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർനെറ്റ് നോക്കിയപ്പോഴും ഇതുപോലത്തെ ചെടി തന്നെയാണ് അതിൻ്റെ ഹോസ്റ്റ് പ്ലാൻ. അതായത് ഓരോ പൂമ്പാറ്റയുടെ പുഴുവും അത് ഓരോ പ്രത്യേക ചെടി മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ വെച്ചിട്ടും വൈകുന്നേരം ആയപ്പോഴും അതിൻ്റെ ബോഡി കളർ മാറി. ഈ നിശാശലഭ പുഴുവിൻ്റെ കളർ മാറുന്നതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്യൂപ്പ ആവാറായെന്നാണ്, അതിനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ നമ്മൾ ആ പുഴുവിനെ നമ്മൾ വേറെ ചട്ടിയിലേക്ക് വെച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ ചെടികൾ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തൊരു കൂട് പോലെയാണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതായത് ഈ പുഴു നിറം മാറിയിരിക്കുന്നത് കണ്ടില്ലേ, അതൊരു പച്ച കളറായിരുന്നു ആദ്യം. ഈ നിശാശലഭ പുഴു പ്യൂപ്പ ആവാറാകുമ്പം മിക്ക ശലഭങ്ങളുടെ ആയാലും അത് വായിൽ നിന്നും ഒരു തരം ദ്രാവകം അത് പുറത്ത് വരുമ്പോൾ കട്ടിയാവും. അതുകൊണ്ടൊരു നൂല് പോലെ ആയിട്ട് ഈ നിശാശലഭങ്ങളാണെങ്കിൽ സംരക്ഷണ കവചം പോലെ, പ്രൊട്ടക്ഷൻ പോലെ, അതാണ് കൊക്കൂൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇതിനകത്ത് തന്നെ സുരക്ഷിതമായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പ്യൂപ്പയാവും. അപ്പം അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.